പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇനി വി എസിന്റെ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ കൂടി നോക്കാം. അദ്ദേഹത്തിന്റെ ആരോഗ്യനില ഇപ്പോഴും അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ്. മാത്രമല്ല, ഈ രക്തസമ്മർദ്ദം അതുപോലെ തന്നെ വൃക്കകളുടെ പ്രവർത്തനമൊക്കെ സാധാരണ നിലയിലാകാനുള്ള ചികിത്സയാണ് ഇപ്പോൾ വി എസിന് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഇപ്പോൾ പ്രത്യേക മെഡിക്കൽ സംഘമൊക്കെ എത്തി കാര്യങ്ങളൊക്കെ വിലയിരുത്തിയിരുന്നു. നിലവിൽ നൽകുന്ന ചികിത്സ തന്നെ തുടരാനൊരു നിർദ്ദേശവുമൊക്കെ നൽകിയിരുന്നു. അപ്പോൾ എങ്ങനെയാണ് നിലവിലെ സാഹചര്യം എന്ന് അർജുനോട് ചോദിക്കാം. അർജുൻ ആശുപത്രിയിൽ നിന്ന് നമുക്കിപ്പം ചേരുന്നുണ്ട്. അർജുൻ, ഗുഡ് മോർണിംഗ്. എങ്ങനെയാണ് വി എസിന്റെ ആരോഗ്യനില? നമുക്കൊരു മെഡിക്കൽ ബുള്ളറ്റിനൊക്കെ എത്ര മണിയോടെ പ്രതീക്ഷിക്കാം ഇന്ന്? സേതു, ഗുഡ് മോർണിംഗ്. വി എസിൻ്റെ ആരോഗ്യനില അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ്. മെഡിക്കൽ ബോർഡ് രാവിലെ യോഗം ചേരുന്നുണ്ട്. അതിനുശേഷം മെഡിക്കൽ ബുള്ളറ്റിൻ ഉണ്ടാകും. ആരോഗ്യസ്ഥിതി സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ അപ്പോൾ അറിയാം. എന്തായാലും ഇപ്പോഴത്തെ ഒരു നിലയനുസരിച്ച് വലിയ ഗുരുതരാവസ്ഥയിൽ തന്നെയാണ് വി എസിൻ്റെ സ്ഥിതി ഉള്ളത്. ഇന്നലെ പ്രത്യേക മെഡിക്കൽ സംഘം, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നുള്ള സംഘം, സർക്കാർ നിയോഗിച്ച സംഘം വി എസിൻ്റെ ആരോഗ്യസ്ഥിതി വിലയിരുത്തിയിരുന്നു. അത് ഗുരുതരാവസ്ഥയിൽ തന്നെയാണ് എന്ന് കണ്ടിട്ടുണ്ട്. ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനം കാര്യക്ഷമമല്ല എന്ന വിലയിരുത്തൽ വിദഗ്ധ സംഘം തന്നെ ഇന്നലെ നടത്തിയിരുന്നു. പക്ഷേ മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട്. നിലവിലുള്ള ചികിത്സ അതുപോലെ തന്നെ തുടരാനാണ് ഈ വിദഗ്ധ സംഘം കൂടി നിർദ്ദേശിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നിർത്തിവെച്ച ഡയാലിസിസ് വീണ്ടും പുനരാരംഭിച്ചിട്ടുണ്ട്. പക്ഷേ ആരോഗ്യസ്ഥിതി ഇടയ്ക്കിടയ്ക്ക് മോശമാകുന്നത് കൊണ്ട് തന്നെ അത് കാര്യക്ഷമമായി മുന്നോട്ട് പോകുന്നില്ല. അങ്ങനെ ഒരു ആശങ്ക കൂടി ഇപ്പോഴുണ്ട്. സേതു പറഞ്ഞതുപോലെ തന്നെ രക്തസമ്മർദ്ദം അത് സാധാരണ നിലയിലേക്ക് ആയിട്ടില്ല. വൃക്കകളുടെ പ്രവർത്തനം കാര്യക്ഷമമല്ല എന്നുള്ള പ്രശ്നങ്ങളുണ്ട്. ഇത് സാധാരണ നിലയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഡോക്ടർമാരുടെയൊക്കെ വെല്ലുവിളി. കഴിഞ്ഞ ഒരാഴ്ചയായി അതിനു വേണ്ടിയിട്ടാണ് തിരുവനന്തപുരം SUT ആശുപത്രിയിലെ ഡോക്ടർമാരും മെഡിക്കൽ കോളേജിലുള്ള സംഘവും ഒക്കെ ശ്രമിക്കുന്നത്. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഹൃദയാഘാതത്തെ തുടർന്ന് വി എസിനെ ഈ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചത്. അന്ന് തൊട്ട് വെന്റിലേറ്ററിലാണ്. ഏതെങ്കിലും തരത്തിൽ നമുക്ക് ആശ്വസിക്കാവുന്ന തരത്തിൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി മാറിയിട്ടുണ്ടെന്ന് പറയാൻ കഴിയില്ല എന്നുള്ളതാണ് ഇപ്പോഴും ആശങ്കയായിട്ടുള്ളത്. ചെറിയ പുരോഗതിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടെങ്കിൽ കൂടിയും വീണ്ടും സ്ഥിതി മോശമാകുന്ന അവസ്ഥയിലേക്ക് വി എസിൻ്റെ ആരോഗ്യസ്ഥിതി പോവുകയാണ്. ആശങ്കയുണ്ടാക്കുന്ന തരത്തിലേക്ക് വീണ്ടും മാറുന്നു. അങ്ങനെ അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെ തുടരുന്നൊരു സാഹചര്യം ഇപ്പോഴും ഉണ്ട് എന്ന് പറയണം. മരുന്നുകളോട് അദ്ദേഹം പ്രതികരിക്കുന്നുണ്ട്. അതേ സമയത്ത് തന്നെ ഈ വൃക്കകളുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. രക്തസമ്മർദ്ദം നോർമലാകാത്ത സാഹചര്യം. അങ്ങനെ ആരോഗ്യസ്ഥിതി കൂടുതൽ വഷളായിരിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇപ്പോൾ എന്ന് പറയേണ്ടി വരും. ഈ 10 മണിയോടുകൂടി മെഡിക്കൽ ബോർഡ് യോഗം ചേരുന്നുണ്ട്. അതിനുശേഷം മെഡിക്കൽ ബുള്ളറ്റിൻ ഉണ്ടാകും. കൂടുതൽ മെച്ചപ്പെട്ട ഒരു ആരോഗ്യസ്ഥിതി അദ്ദേഹത്തിന് ഉണ്ടാകുമെന്ന പ്രതീക്ഷ ഡോക്ടർമാർക്കും അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾക്കും ഒക്കെയുണ്ട്. മകൻ അരുൺകുമാർ രാവിലെ വരെ ഇവിടെ ഉണ്ടായിരുന്നു. അല്പസമയം മുമ്പാണ് വീട്ടിലേക്ക് പോയത്. എന്തായാലും പുതിയ മെഡിക്കൽ ബുള്ളറ്റിൽ കുറെ കൂടി നല്ലൊരു ആരോഗ്യസ്ഥിതിയിലേക്ക് അദ്ദേഹം എത്തുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അർജുൻ, അങ്ങനെ തന്നെ പ്രതീക്ഷിക്കാം. അപ്പോൾ 10 മണിയോടുകൂടി നമുക്കൊരു 10 മണിക്ക് അർജുൻ പറഞ്ഞനുസരിച്ച് 10 മണിക്ക് മെഡിക്കൽ ബോർഡ് യോഗം, അതിനുശേഷം ഒരു മെഡിക്കൽ ബുള്ളറ്റിനൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്നലത്തേതിൽ നിന്നും അല്ലെങ്കിൽ നിലവിലേതിൽ നിന്നും മെച്ചപ്പെട്ട ഒരു ആരോഗ്യസ്ഥിതി അദ്ദേഹത്തിന് കൈവന്നിരിക്കുന്നു എന്ന് ആ മെഡിക്കൽ ബുള്ളറ്റിനിൽ ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യും.